നമസ്കാരം. ഇന്ന് ഞങ്ങളുള്ളത് വിസ്മയ ന്യൂസ് ടീം ഉള്ളത് ചുട്നി മാമി എന്ന റെസ്റ്റോറൻറ്റിലാണ്. സാധാരണ ഞാൻ പറയും പോലെ ചെറിയ കടകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ഇന്ന് കുറച്ചല്പം പോഷായ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നമ്മുടെ കിളിമാനിൽ നിന്നും കാലിയിട്ട് പോകുന്ന വഴിക്ക് ആ ക്യാമറ എല്ലാം കഴിയുമ്പോഴത്തേക്ക് വലയ സൈനായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ വരാൻ രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഇവിടുത്തെ ദോശയുടെ കാര്യം. വെറൈറ്റി ദോശയാണ് ഈ റെസ്റ്റോറൻറ്റ് ഒരു പ്രത്യേകത. പിന്നെ ഒന്ന് സദ്യ. ഏകദേശം 12 മണിക്ക് തുടങ്ങി വൈകിട്ട് 3 മണി വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന വിശാലമായ വെജിറ്റേറിയൻ സദ്യ. ഇത് നോൺ വെജ് പ്രിയരാരും കൊണ്ട് വരണ്ട, ഇത് വെജാണ് റെസ്റ്റോറൻറ്റ്. ചേട്ടാ, ഈ ചുട്നി മാമിയുടെ മീനിങ് എന്താണ്? ചുട്നി മാമിയല്ല, ചട്നി മാമിയാണ്. ചട്നി മാമിയാണ്. ഞാൻ ചുട്നി മാമി എന്നത് വാങ്ങിച്ചത്. ചട്നി മാമി അതൊരു വെറൈറ്റി ഒരു കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഓണേഴ്സ് തിരഞ്ഞെടുത്തതാണ്. ശരി. നിങ്ങൾക്ക് ഏവർക്കും അറിയാമായിരിക്കും നമ്മുടെ വഴിയോരക്കട ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സീതു. മറ്റേ വഴിയോരക്കട ചേട്ടൻ്റെ പേര്? അത് പുള്ളി മഹേഷ് ആൻഡ് മനീഷ്. വഴിയോരക്കട ഹോട്ടലിൽ പ്രസിദ്ധമാണ്. നമ്മുടെ കിളിമാനിൽ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് പ്രസിദ്ധമാണ്. അവിടെ ഇറങ്ങി ഭക്ഷണം കഴിക്കാതെ ആരും അതൊരു യാത്ര ചെയ്തില്ല. അതിൻ്റെ ഓണറാണ് ഇപ്പോൾ ഈ ഒരു പ്രസ്ഥാനം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് കിട്ടുന്ന രുചി ഇവിടെയും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അവിടെ കിട്ടുന്ന നോൺ വെജ് ഇവിടെ കിട്ടത്തില്ല എന്നുള്ളത് വാസ്തവം അല്ലേ? അതെ, തീർച്ചയായും നോൺ വെജ് ഇല്ല. 100% വെജിറ്റേറിയൻ ആണ്. കാരണം നമ്മൾ അടുത്ത 2 മാസം കഴിയുമ്പോൾ അവിടെ ഒരു നോൺ വെജ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിനുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ കിച്ചണാണ്. നമ്മുടെ ഒരു ഉള്ളി തൊലിക്കുകയാണെങ്കിൽ തന്നെ, ഉള്ളി പീൽ ചെയ്യുകയാണെങ്കിൽ തന്നെ എല്ലാം നമുക്കത് കാണാം. അത്രയ്ക്ക് ട്രാൻസ്പെറൻ്റ് ആണ്. ഇപ്പം നമുക്ക് ദോശ ചുടുന്നതും എന്തും നമുക്കിവിടെ. ഞാൻ അവിടെ വഴിയോരക്കടയിൽ കണ്ടിട്ടുണ്ട് രാമചന്ദ്രൻ്റെ കുറ്റിയെ കിട്ടുന്നത് അങ്ങനെ. പിന്നെ ഒരു പ്രത്യേകത, നമ്മുടെ എല്ലാം ഇവിടെ ഉള്ള നമ്മുടെ ഈ പ്രദേശവാസികൾക്ക് തൊഴിൽ കൊടുക്കാൻ അവർ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 30ഓളം ലേഡീസ്, 30ഓളം കുളിമാത്ത് പഞ്ചായത്തിൻ്റെ 5 വാർഡുകളിൽപ്പെട്ട 30ഓളം ലേഡീസ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാനും ഈ കുളിമാത്ത് പഞ്ചായത്തിലൊരു ഗ്രൂപ്പാണ്. ഇങ്ങനെ തിരക്കുണ്ട്. ഈവനിങ് നല്ല തിരക്കാണ്. ഇപ്പോൾ നമ്മൾ 2 ദിവസമായി അതെ, അത് കഴിഞ്ഞാൽ ഒരു 2-2:30 മണി വരെ സദ്യ മാത്രമായിരിക്കും. അത് ഇപ്പോൾ നമ്മൾ കുറച്ച് ചൈനീസൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞ ശേഷം ബാക്കിയെല്ലാം. ചേട്ടാ, ഇവിടുത്തെ വിലയൊക്കെ സാധാരണ ഒരു ഫാമിലിക്ക് താങ്ങാൻ പറ്റുന്നതാണോ? അതെ, അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു കുറച്ചൊരു വേരിയേഷൻ ഉണ്ടാകുന്നതാണ്. അത് ബാക്കിയുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഇതല്ല. പിന്നെ നമ്മൾ എന്ത് സാധനം കൊടുക്കണമെങ്കിലും ആ ഒരു ക്വാളിറ്റി നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തേ കൊടുക്കുന്നുള്ളൂ. ഒരു ക്വാളിറ്റി തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. എന്തായാലും നമ്മെ സദ്യ കഴിപ്പിച്ച് നമ്മളെ വിടുന്നതാണ് അവർ പറയുന്നത്. എന്തായാലും വയറൊക്കെ ഫുള്ളാണ്. എങ്കിലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വരാം. ഓക്കെ, ഓരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മതി പരിപ്പ് വന്നു. അതിൽ നെയ്യുണ്ടല്ലേ? ഒരു കല്യാണ സദ്യക്ക് പോയിരിക്കുന്ന അതേ ഗാംഭീര്യവും പ്രൗഢിയൊക്കെ ഉണ്ട്. അത് വെള്ളമല്ലേ? ശരി. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചട്നി മമ്മിയുടെ സദ്യ എന്ന് പറയുന്നത്. വളരെ അഫോർഡബിളായിട്ടുള്ള റേറ്റാണ്, സാധാരണക്കാരന് താങ്ങാൻ കഴിയും. ഇത്രയും ഐറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ പറഞ്ഞു, എനിക്ക് ഞാൻ വരുന്ന വഴിക്ക് ആഹാരം കഴിച്ചുകൊണ്ട് ഒരു വിശപ്പില്ല. ശരിക്കും കല്യാണ സദ്യയുടെ അതേ രുചി. മാങ്ങയിലാണ് കളിയിരിക്കുന്നത്. മാങ്ങ കഴിക്കുമ്പോൾ അറിയാം. ഇച്ചിരി തൈരും കൂടെ ആ മാങ്ങ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. ഇതൊരു കിളിമാനൂരായ സ്ഥലമായതുകൊണ്ട് തന്നെ കൊല്ലത്തിൻ്റെയും കൊട്ടാരങ്ങളുടെയും തിരുവനന്തപുരത്തിൻ്റെ നടുക്കാണ്. അപ്പം ശരിക്കും തിരുവനന്തപുരം ടേസ്റ്റ് ആയിരിക്കില്ല, എങ്കിൽ പോലും കുറച്ച് കൊല്ലം ടേസ്റ്റും കൂടെ അതിൽ വരും. പായസം പറഞ്ഞു. അത് 3 കുറച്ചായിട്ട് ഒഴുകി കേട്ടോ. കുറച്ചായിട്ട് 3 ഒഴുകി.
നിങ്ങൾ ആരെങ്കിലും കഴിച്ചാൽ പോരുന്നു, വെറുതെ ഒരു ഊണ് വേസ്റ്റാക്കി. ഇത് അടപ്പായസം, അരിപ്പായസം, അല്ല ഇത് കൂടാതെ സാമ്പാറും വന്നു, അത് കഴിഞ്ഞ് പുളിശ്ശേരി എല്ലാം കൊണ്ട് വച്ചിട്ടുണ്ട്, രസമൊക്കെ വച്ചിട്ടുണ്ട്. ഇത് പിന്നെ 3 തരം പായസം. ഇത് അടപ്പായസമാണ്. ഇനിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതുപോലെ തന്നെ ഈ കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ഭാഗത്തു നിന്ന് നമ്മളെ സുഹൃത്തുക്കൾ വരുമ്പോഴത്തേക്ക് ഞാൻ കൊണ്ട് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സാധനമാണ്. കാരണം അവിടെയൊന്നും കിട്ടത്തില്ല ഈ സാധനം. നമ്മൾ ബോളി എന്ന് പറയും. ഈ ബോളിയും അതിൻ്റെ കൂടെ ഈ പറയുന്ന പാലടപ്രഥമൻ. ഇത് തിരുവനന്തപുരംകാരുടെ മാത്രം സമ്പാദ്യമാണ്. അധികം ആരും അനുകരിച്ച് നോക്കിയിട്ടില്ല. ഈ ഒരു സാധനം എത്ര കഴിച്ചാലും മടുക്കില്ല. അങ്ങനൊരു സ്വാദ്, അതിൻ്റെ സ്വാദ്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തൊക്കെ ഇത് നല്ല സാധനമായി കിട്ടും. നല്ല വീടുകളിൽ ഉണ്ടാക്കുന്ന ബോഡി വാങ്ങിയാൽ കിട്ടും. അവിടെ തന്നെ പാലടപ്രഥമനും കിട്ടും. ലിറ്റർ കണക്കിന് വില. അതുകൂടാതെ പയറ് ഫുള്ളായി. ഇത് കടലപ്പായസം ഉണ്ടായിരുന്നു. 3 തരം പായസമുണ്ട്. ഇത് എന്ത് പായസമാണ് നോക്കട്ടെ. ചേട്ടാ ചേട്ടാ ഇതെന്ത് പായസം ചേട്ടാ? ഇതെന്ത് പായസമാണ്? അരിപ്പായസം അല്ലേ? അരിപ്പായസമാണ്. അരിപ്പായസം വേറെ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ? അതൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്, തരിതരി കടിയൊക്കെ വരുന്നത്. ആ അതാണ്, അങ്ങനെ പറ. ഇവര് തരിതരി സാധനം വന്നു എനിക്ക് മാറിക്കൊണ്ടിരിക്കും അല്ലേ? ഇതിലും അരിപ്പായസം കൊള്ളാം കേട്ടോ. ഞാൻ ഇങ്ങനത്തെ അരിപ്പായസം ഞാൻ അതിൽ കുടിക്കുക. അതൊക്കെ ഉണ്ടല്ലേ? ഓരോ ദിവസം പായസത്തിൻ്റെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ സാധനങ്ങൾ വരും. ആ മത്തങ്ങ കൊണ്ട് പായസം ഉണ്ടാക്കാൻ പറ്റും. ഏതായാലും ഞാൻ കഴിക്കില്ല എന്ന് ഒരുപാട് ഇവിടെ നിർബന്ധിച്ചെങ്കിലും കഴിച്ചാലേ പറ്റൂ ചേട്ടാന്ന് പറഞ്ഞിട്ട് നമുക്ക് വിളവി തന്നെയാണ്. ഞാൻ പറഞ്ഞ് വെറുതെ വേസ്റ്റ് ആവും, ഞാൻ ആഹാരം കഴിച്ചിട്ടാണ് വന്നത്. നിർബന്ധിച്ച് കഴിപ്പിച്ചു. ഇടയ്ക്കൊരു കല്യാണ സദ്യ കഴിക്കാൻ തോന്നുമ്പോഴത്തേക്ക് നേരെ ഓടിങ്ങി പോന്നോ ഗംഭീര സദ്യ, അടിപൊളി സദ്യ. ക്യാമറ അനീഷിനൊപ്പം ശ്രീജിത്ത് മാര സൈനിങ് ഓഫ്.